താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. 1025 വർഷം പിന്നിട്ട പുരാതന തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ജനുവരി 19, 20 തീയതികളിൽ ആഘോഷിക്കും. തിരുനാളിനോടനുബന്ധിച്ചുള്ള നൊവേന ടൗൺ കപ്പേളയിൽ 10-നും പള്ളിയിൽ 11-നും ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. ജനുവരി 10-ാം തീയതി നമ്മൾ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ തിരുനാളിനോടനുബന്ധിച്ചുള്ള നൊവേന ആരംഭിക്കും. ഈ വർഷത്തെ ഒരു പ്രത്യേകത, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയോട് കൂടിയാണ് അവിടുത്തെ നൊവേന നടക്കുക. മുൻ വർഷങ്ങളിൽ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും തുടങ്ങുന്ന ദിവസവും മാത്രമാണ് വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നുള്ളൂ. ആ 9 ദിവസത്തെ നൊവേന നടക്കുന്നതിൽ ഈ വർഷം മുതൽ എന്ന് ഞാൻ പറയുന്നത് ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നതാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയോട് കൂടിയാണ് അവിടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. 5:30 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കും. 6:30 കുർബാന തീരും. അത് കഴിഞ്ഞ് നൊവേന ഉണ്ടാകും. വിശിഷ്ട വൈദികരെ കൊണ്ട് ഓരോ ദിവസത്തെയും കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു സെന്റ് സെബാസ്റ്റ്യനെ കുറിച്ചുള്ളൊരു നല്ലൊരു സന്ദേശവും അവിടെ കേൾക്കാനാകും. അത് കഴിയുമ്പോൾ എല്ലാവരും വരുന്നത് നൊവേനയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ വെടിക്കെട്ട് കാണാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ അത് ഭക്തിസാന്ദ്രമാക്കാനും പുണ്യാളനോടും കാഞ്ഞൂർ പള്ളിയോടും കൂടുതലൊരു കൃത്യമായ ബന്ധം ഉണ്ടാകാനും വേണ്ടി വിശുദ്ധ കുർബാനയോടുകൂടി തന്നെ കർമ്മങ്ങൾ നടത്താനായിട്ട് പ്രാവശ്യം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം മുതൽ 11-ാം തീയതി മുതൽ ഈ പള്ളിയിലും രാവിലെ 5:30 മണിക്കും 7 മണിക്കും 10 മണിക്കും ആഘോഷമായ വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടാകും. അപ്പോൾ 10-ാം തീയതി നൊവേനയുടെ ആരംഭം കുറിക്കുന്നത് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5:30-ക്ക്, എല്ലാ ദിവസവും പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്കും 7 മണിക്കും 10 മണിക്കും വിശുദ്ധ കുർബാനയും സെന്റ് സെബാസ്റ്റ്യനോടുള്ള നൊവേനയും ഈ പള്ളിയിലും ഉണ്ടാകും. 17-ാം തീയതിയാണ് നമ്മുടെ തിരുനാളിന് ഔപചാരികമായ തുടക്കം കുറിക്കുക കൊടിയേറ്റത്തോടുകൂടി രാവിലെ 9 മണി. തുടർന്ന് തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും തിരുക്കർമ്മങ്ങളും എല്ലാ വർഷവും നടത്താറുള്ള കർമ്മങ്ങളെല്ലാം തന്നെ നടക്കും. നൊവേന ലതിഞ്ഞ് സാൽവേ ലതിഞ്ഞ് പ്രസിഡന്തി എന്ന് പറഞ്ഞൊരു കാര്യം ഈ തിരുനാളിലില്ല. തിരുസ്വരൂപങ്ങൾ വെഞ്ചരിപ്പ്, ആഘോഷമായ ഭക്തി നിർഭരമായ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രദർശനങ്ങൾ നടക്കുന്ന ആ സംഭവം ഈ പള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അത് 19-ാം തീയതിയും 20-ാം തീയതിയും ആ പ്രദർശനങ്ങളുണ്ട്. 19-ാം തീയതി വൈകുന്നേരമാണ് പ്രദർശനം. 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രദർശനം ഇറങ്ങുന്നു, 3 മണിക്ക് തിരിച്ചെത്തുന്നു. അന്ന് വൈകിട്ട് പള്ളി ചുറ്റി ചെറിയൊരു പ്രദർശനത്തോടുകൂടി തിരുനാളിൻ്റെ ആദ്യത്തെ ഘട്ടത്തെ ശുശ്രൂഷകൾ തിരുക്കർമ്മങ്ങൾ അവസാനിക്കും. 17-ന് വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ തിരുനാളിന് കൊടികയറ്റും. പ്രധാന തിരുനാൾ ദിനമായ 20-ന് വിശുദ്ധ കുർബാന, ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, വർണ്ണശബളമായ മൂന്നങ്ങാടി പ്രദക്ഷിണം, വൈകിട്ട് പള്ളി ചുറ്റി പ്രദക്ഷിണം, ആകാശവർണ്ണ വിസ്മയം, ജെമിനി മ്യൂസിക്സ് നേതൃത്വം നൽകുന്ന പ്രശസ്ത പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിയും ടീമും അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവ നടക്കും. ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി 101 അംഗ കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലും ഏകദേശം 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ജൂബിലി സ്മാരകമായിട്ട് ഞങ്ങൾ ആരംഭിച്ച ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. 4 ഭവനങ്ങൾ എല്ലാ പണികളും തീർത്ത് താമസയോഗ്യമാക്കി താക്കോൽ ദാനം നടത്തി ഈ ഡിസംബർ 23-ാം തീയതി ആ വീടുകളും സ്ഥലവും ഉൾപ്പെടെ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് നൽകിയിരിക്കുക. സ്ഥലവും വീടും ഇല്ലാത്ത ഒട്ടേറെ പേര് കാഞ്ഞൂർ പ്രദേശത്തുണ്ട്. ഞങ്ങൾ അപേക്ഷകൾ ക്ഷണിച്ചപ്പോൾ ഞങ്ങൾക്ക് 33 അപേക്ഷകളാണ് കിട്ടിയത്. കൂടുതൽ പേർക്ക് വീട് കൊടുത്തു കൊടുക്കാനൊക്കെ ഉള്ള സാമ്പത്തിക പരിമിതി നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ വീടിനും ഏകദേശം 10 ലക്ഷം രൂപയോളം നിർമ്മാണ ചെലവും കൂടാതെ സ്ഥലവും പൂർണ്ണമായിട്ടും സൗജന്യമായി നൽകുകയാണ്. അതിൻ്റെ ആധാരം എടുത്ത് തിങ്കളാഴ്ച നടക്കും. വീടുകൾ ഇതിനകം തന്നെ ഞങ്ങൾ കൈമാറി കഴിഞ്ഞു. അങ്ങനെ 3-5 സ്ഥലത്ത് ഞങ്ങൾ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ തവണ നമ്മളിപ്പോൾ കൊല്ലം പാലം വന്നപ്പോൾ
നമ്മുടെ പ്രദർശനത്തിന്റെ സമയത്ത് നമ്മളിവിടെ റോഡ് ബ്ലോക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഞങ്ങളതിന് വല്ലത്തും പാറപ്പുറത്തും തെക്കിങ്ങാടിയിൽ ബോർഡ് വയ്ക്കും. അപ്പോൾ നമ്മൾ വഴി തിരിച്ചുകൊണ്ട് ശ്രീമൂലധരത്തേക്കൂടെ പോവാം. അതുപോലെ പടിഞ്ഞാറുഭാഗം വഴി ആ സൈഡിൽ കൂടെ ആ വഴി കൂടെ പോയി നമുക്ക് കാനൂർ ജംഗ്ഷനിലെത്തി അവർക്ക് എയർപോർട്ട് ഭാഗത്തേക്ക് പോവാം. അങ്ങനെ ആ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്കറിയാവുന്ന പോലെ തിരുനാൾ ഇത്തവണ നമ്മൾ 101 ആളുടെ ചെണ്ടമേളമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 19-ാം തീയതി രാത്രി വെടിക്കെട്ട് ഡിജിറ്റൽ വെടിക്കെട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് മറ്റേ വർണ്ണ വിസ്മയമായ വെടിക്കെട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചാരി മേളമുണ്ട്. രാത്രി 9:30 തൊട്ട് നമ്മൾ പഞ്ചാരി മേളമുണ്ട് 101 ആളുടെ ജോഷൽ ബാബുവിൻ്റെ നേതൃത്വത്തിൽ. അതുപോലെ അതിനു മുമ്പ് 7:30 ബാൻഡ് 40 ആളുടെ കലാകാരന്മാരുടെ വാദ്യമേളമുണ്ട്. ജനുവരി 26, 27 തീയതികളിൽ 8ാം ഇടം ആഘോഷിക്കും. വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരിമാർ ഫാദർ അമൽ പെരിയപാടൻ, ഫാദർ റിൻസ് പുതുശ്ശേരി, ഫാദർ ജോസ് വലിയകടവിൽ, ജനറൽ കൺവീനർ ജോയ് ഇടശ്ശേരി, ജോയിന്റ് കൺവീനർ ജോഷി ചേറ്റുങ്ങൽ, സെക്രട്ടറി ബിജു പെരുമായൻ, ജോയിന്റ് സെക്രട്ടറി ലിജോ ഐക്കരേത്ത്, ട്രഷറർ ജോജി പുതുശ്ശേരി, കൈക്കാരന്മാർ ജോസ് പാറയ്ക്ക, ജോസി കോഴിക്കാടൻ, വൈസ് ചെയർമാൻ ഡേവിസ് വരേക്കുളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മുൻ വർഷങ്ങളിലുണ്ടായിരുന്ന പോരായ്മകൾ നികത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ചർച്ച ഓരോ വിഭാഗത്തിനും വേണ്ടിയിട്ടും പ്രത്യേകം നടത്തുകയുണ്ടായി. ഇതുകൂടാതെ ഈ മാസം ജനുവരി 8-ാം തീയതി കളക്ടറും MLAയും ഈ ഉദ്യോഗസ്ഥന്മാരും എല്ലാം വീണ്ടും ഇവിടെ തന്നെ കൂടി വീണ്ടും ഒരു അവലോകനം കൂടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്.